ശിശു സംരക്ഷണ സംവിധാനങ്ങളും നിയമങ്ങളും വാർത്തകൾ ശിശു സൗഹൃദപരമായി പ്രസിദ്ധീകരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ മാധ്യമ ഏകദിന ശില്പശാല നടത്തി. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി ACP A. ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബുമായി ചേർന്ന് ശിശു സംരക്ഷണ സംവിധാനങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ A. ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. വലിയ ബുദ്ധിമുട്ടാണ് കള്ളക്കേസുകളെ തിരിക്കപ്പെടാൻ. എങ്കിലും ഞങ്ങൾ വളരെ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം ഒന്ന് ആലോചിക്കാം, ആ പ്രതിയുടെ സ്ഥാനത്ത് സ്വന്തം അച്ഛനെ മകളെ പീഡിപ്പിച്ച അച്ഛനെ കേൾക്കുമ്പോൾ അല്ലായിരുന്നുവെങ്കിൽ അത് ശരിയല്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എത്രയാണ് എന്ന കാര്യത്തെ പറ്റി പ്രതിയുടെ ഭാഗത്ത് കൂടി നമുക്ക് നോക്കിക്കൊണ്ട് ചെയ്യേണ്ടതുണ്ട്. അതിലുപരി ഒരു അച്ഛൻ മകളെ പീഡിപ്പിച്ചു, അച്ഛൻ മകളെ പീഡിപ്പിച്ചു, ആ രഹസ്യമായി പറഞ്ഞിട്ട് അച്ഛന്റെ പേര് കൊടുത്താൽ കഴിഞ്ഞു. ഇന്നാണ് മകളെ പീഡിപ്പിക്കുന്ന പേര് മകളെ പേര് പറയണ്ട. അതുമല്ല, ഇന്ന് കുട്ടികളുടെ സ്കൂളിലെ കുട്ടി അല്ലെങ്കിൽ ഉന്നത സ്കൂളിലെ കുട്ടി, BM കുട്ടി, BM 9ാം ക്ലാസ്സിലെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് എന്താണെന്നറിയോ, നമ്മളൊരു വാർത്ത കൊടുത്താൽ പിന്നാലെ ചോദിക്കുകയാണ്, സാർ അതെന്താ കുത്തി 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 വെച്ച് എന്റെ അടുത്ത് കിട്ടിയ അടുത്താണെന്ന് ചോദിച്ചു. അത് കണ്ടെത്തി കഴിഞ്ഞ സമാധാനമുണ്ട്. പണ്ടത്തെ പാർട്ടിയുടെ സംസ്കാരം പോയി, അത് കിട്ടിയോ കടൂല സംസ്കാരം പോയി, അതൊക്കെ ആളുകളെ ഇല്ല. ഇപ്പൊ എല്ലാവരും മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായി. സാമൂഹിക നീതി വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ അഷ്റഫ് കാവിൽ, മുൻ കാവൽ പ്ലസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് R. അപർണ നാരായണൻ എന്നിവർ ബാലനീതി നിയമം, പോക്സോ, ശൈശവ വിവാഹം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ സബീന ബീഗം, പ്രസ് ക്ലബ് സെക്രട്ടറി PK സജിത്ത്, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷൈനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് LDF മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തി.